ഹലോ. കുറേ നാളുകൾക്ക് ശേഷം ചെയ്യണ ഒരു എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ ആക്കാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ എടുത്തിട്ടുള്ള കളർ ഷെയ്ഡ് ഇതാ ഒരു പീച്ച് ഷെയ്ഡും പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് ഗ്രീനും ആണ് കേട്ടോ. എനിക്ക് നെക്കിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ, അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. സിമ്പിളായിട്ട് വളരെ ബഡ്ജറ്റഡായിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ആ ഒരു നെക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ എടുത്തിട്ടുണ്ട്. ഏറ്റവും മിനിമലായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു റെഫറൻസ് ലൈൻ നമുക്ക് വേണം. വലിയ ഡ്രോയിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു ലേസി സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും ഒരു കൊളോണിയൽ നോട്ട് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ എന്താ പറയുക, പടർന്നു പോകുന്ന ഒരു വള്ളി, അതിൻ്റെ ഇടയ്ക്കിലായിട്ട് ചെറിയ പൂക്കൾ കേട്ടോ, 3 കൊളോണിയൽ നോട്ട് വെച്ചിട്ടുള്ള പൂക്കൾ. അപ്പോൾ അതാ സെൻറ്ററിലെത്തിയപ്പോൾ ഞാൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞൊരു ഇങ്ങനെ ആംഗിൾ പോലെ വരച്ച് കൊടുക്കുന്നത് നമുക്ക് ഓരോ ലീഫ് തുന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ത്രെഡ് എടുത്തിട്ടുള്ളത് ഇതിൽ ബാലൻസ് ഉണ്ട്. നമുക്ക് കളർ ഷെയ്ഡ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുക്കുന്നത്. എംബ്രോയ്ഡറി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ കനം കുറഞ്ഞ എന്നാൽ അതിൻ്റെ എന്താണ് ഹോൾ ഇത്തിരി വലുപ്പത്തിലുള്ള കനം കുറഞ്ഞിട്ടുള്ള നീഡിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് അങ്ങനെ കുത്തി പൊക്കി എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ കുത്തിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ നമ്മൾ സൂചി മീതേക്ക് പൊക്കി എടുക്കുന്ന ഇതുപോലെ. ഇത് കണ്ടിന്യൂ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെം സ്റ്റിച്ച് മാത്രം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലേസി ചെയ്യാം. ഞാനിതിനെ ഇരട്ടിപ്പണിന്ന് ഓർത്തിട്ട് സെയിം ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ലീഫും ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റെം ഇവിടെ വരെ എത്തി. ഇനി ഇതാ 2 ലീഫിന് വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കൈയോടെ തന്നെ ലീഫും കൂടെ തുന്നിയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ കട്ടിയുള്ളതുകൊണ്ട് ഞാൻ കുത്തി താഴ്ത്തി എടുത്തിട്ട് അല്ല ചെയ്യുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്യാമല്ലോ, അധികം താഴ്ത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ കനം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ കുത്തി താത്തി എടുത്ത് വലിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തുന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തുന്നാം. അപ്പോൾ അതുപോലെ 2 ലീഫ് തുന്നിയിട്ടുണ്ട്. ലേസി സ്റ്റിച്ചാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റിച്ചായിരിക്കും ലേസി. എന്നിട്ട് നമ്മളിതാ വീണ്ടും സ്റ്റെം സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. പെട്ടെന്നൊരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ചിലവർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് നമ്മൾ ഹാൻഡ് വർക്കിന് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമ്മളത് തീരുമാനിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ഒരു ഹാൻഡ് വർക്കിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആൾ ഇടുന്നൊരു ചാർജാണത്. അതൊരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു സംഗതിയേ അല്ല കേട്ടോ. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ നമ്മളെടുത്ത സമയം, എഫേർട്ട്, അതിന് വേണ്ടി വന്നിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് ഇത് കണക്കാക്കിയിട്ടാണ് ചാർജ് കണക്കാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഞാനൊരു 150-200, അതായത് നമ്മളൊരു മിനിമം ഒരു 200 റുപ്പീസിനൊക്കെയാണ് വർക്ക് ചെയ്ത് കൊടുക്കുക, ഏറ്റവും മിനിമം. അപ്പോൾ ഈ ഒരു 200 റുപ്പീസിൽ തന്നെ എനിക്കിത് കൊടുത്താലും എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാനത് പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് കൊളോണിയൽ നോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യാം. ഞാൻ കൊളോണിയൽ നോട്ടാണ് തുന്നുന്നത്. അതെങ്ങനെ തുന്നുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതാ സൂചിയുടെ മേലെ ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് താഴത്തേക്ക് കുത്തിയെടുക്കുക കേട്ടോ. ഇതാണ് കൊളോണിയൽ നോട്ട്. എന്താണ് ഈ ഫ്രഞ്ച് നോട്ടും കൊളോണിയൽ നോട്ടും തമ്മിലുള്ള എത്ര വലിയ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രഞ്ച് നോട്ട് 6 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യുന്നതും കൊളോണിയൽ നോട്ട് 6 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യുന്നതും രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൊളോണിയൽ നോട്ടാണ് കുറച്ചും കൂടെ ഒന്ന് തടിച്ചിരിക്കുക, അതായത് ഒന്ന് മുഴുത്തിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഒരു 6 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യുന്ന കൊളോണിയൽ നോട്ടിൻ്റെ വലിപ്പം ഫ്രഞ്ച് നോട്ടിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് 12 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് മേജർ ഡിഫറൻസ്. അതല്ലാതെ കാഴ്ചയിൽ എത്ര വ്യത്യാസം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. വലിയ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ അത്രയും സ്ട്രാൻഡ്സ് എടുത്തിട്ട് ചെയ്യണം, എന്നാലാണ് കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്കിലൊക്കെ ഞാനിങ്ങനെ 3 നോട്ട് വെച്ചിട്ട് കൊടുത്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. സെൻറ്ററിൽ നമുക്കൊരു 7 നോട്ടോ
5 നോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്ലവറായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു അണ്ടർടോൺ ഒരു പീച്ചാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഒരു പീച്ച് അണ്ടർടോൺ ഉണ്ട് ഇതിന്. അതാണ് ഞാൻ പീച്ച് ഷെയ്ഡ് ത്രെഡ് എടുത്തത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.